നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. റേക്കി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡൗട്ട്സാണ് ഇന്നത്തെ വീഡിയോയിൽ ക്ലിയർ ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ഹീലർക്ക് ഹീലിയെ അഥവാ ക്ലയൻറ്റിനെ കാണാതെ അല്ലെങ്കിൽ അവരാരാണ് എന്ന് അറിയാതെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. നമുക്ക് ഇപ്പം ഒരാളുടെ ഫോട്ടോ നോക്കിയിട്ട് അല്ലെങ്കിൽ ഫോട്ടോ നോക്കാണ്ട് ഈവൻ ആരാണ് എന്ന് അറിയാണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. കാരണം ആ എനർജി വളരെ ഇൻ്റലിജൻ്റാണ്. സോ ആ എനർജിക്കറിയാം ആർക്ക് വേണ്ടിയാണ് നമ്മൾ എനർജിയെ കോൾ ചെയ്യുന്നത്. സോ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിലുണ്ടാവുമല്ലോ നമ്മൾ ഇന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. സോ എല്ലാവരിലേക്കും ആ സമയത്ത് റേക്കി എനർജി പാസ് ചെയ്യുന്നതായിരിക്കും. അത് സ്വമേധയാ അവിടത്തേക്ക് എത്തിക്കോളും. നമ്മൾ ആളെ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ആളുടെ രൂപമോ ആളുടെ പേരോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആളെ കാണാതെ തന്നെ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും, റിസൾട്ടും കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റേക്കി കൈകളിലൂടെ മാത്രമാണോ പാസ് ചെയ്യാൻ പറ്റുക? അതായത് ഒരു ക്രൗഡ് ഏരിയയിൽ ഒരുപാട് ആളുകളുള്ള ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് പെട്ടെന്ന് ഇപ്പം റേക്കി എനർജിയെ കോൾ ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം അല്ല എങ്കിൽ നമ്മളെങ്ങനെയാണ് എമർജൻസി സിറ്റുവേഷനിൽ റേക്കി ഉപയോഗിക്കുക എന്നൊരു ചോദ്യം വന്നു. റേക്കിയുടെ ചാനലായ ഒരാൾക്ക് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രാക്ടീസ് ചെയ്തില്ലെങ്കിലും പറ്റും, പക്ഷെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാക്കാൻ പറ്റുക. കൈകളിലൂടെ അല്ലാതെ നമ്മുടെ തേർഡ് ഐയിലൂടെ നമുക്ക് റേക്കി എനർജിയെ പാസ് ചെയ്യാൻ പറ്റും. ഒരു മിറാക്കിൾ പോലെ ആയിരിക്കും അത് സംഭവിക്കുക. കാരണം ഓൺ ദ സ്പോട്ടിന് നമുക്ക് ഇപ്പോൾ ഒരു ക്രൗഡ് ഏരിയയിൽ ഒരു അടിപിടി നടക്കുന്നെന്ന് വിചാരിക്കുക, ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഒരു കലഹം നടക്കുകയാണെങ്കിൽ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഇനി ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ച ഒരാൾക്ക് ഹെവി ബ്ലീഡിങ് ഉണ്ടാവുകയാണ്, ആ സമയം നമുക്ക് എമർജൻസി ആയിട്ട് നമ്മുടെ കൈകൾ വെച്ച് രേഖി എൻ്റെ കൈയിലൂടെ ഒഴുകുന്നു എന്ന് ഫ്ലോ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഓൺ ദ സ്പോട്ട് രേഖി അവിടെ വരും. ഇനി അവിടെ നമ്മളൊരു നമുക്ക് ഏതൊരു ഗുരുവിൻ്റെ കീഴിൽ പഠിച്ചാലും രേഖിയെ കോൾ ചെയ്യുന്നതിനൊരു പ്രൊസീജിയർ ഉണ്ടാവും. അവിടെ അത്രയും ടൈം എടുത്ത് നമ്മൾ രേഖിയെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കൈവച്ചാൽ തന്നെ പെട്ടെന്ന് രേഖി നമ്മുടെ കൈകളിലൂടെ ഒഴുകും. ഇനി നമുക്ക് കൈകൾ വച്ച് ട്രീറ്റ് ചെയ്യാൻ പറ്റിയൊരു സാഹചര്യം അല്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തേർഡ് ഐയിലൂടെ നമുക്ക് കുറച്ച് കോൺസെൻട്രേഷൻ വേണം എന്ന് മാത്രം. നമ്മുടെ ഇൻറ്റൻഷനാണ് രേഖിയിലുള്ള റിസൾട്ട് എന്ന് പറയുന്നത്. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ബ്ലീഡിങ് നിൽക്കുന്നതായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇൻറ്റൻഷൻ കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് രേഖി അവിടെ പ്രവർത്തിച്ച് ഏതാണോ നമ്മൾ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ ഏത് കാര്യമാണോ നമ്മൾ രേഖിയുടെ അടുത്ത് എന്തിനാണോ വിളിക്കുന്നത് അത് രേഖിക്ക് അറിയാം. രേഖി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതായിരിക്കും. ഇനി മൂന്നാമത്തെ കാര്യം, എല്ലാ ദിവസവും ഒരേ സമയത്ത് ഹീലിംഗ് സ്വീകരിക്കണോ? ഇതെൻ്റെ ഒരു സബ്സ്ക്രൈബറും ഹീലിംഗ് എൻ്റെ അടുത്ത് നിന്ന് സ്വീകരിക്കുന്ന ഒരാൾ ചോദിച്ചതാണ്. എല്ലാ ദിവസവും ഒരേ സമയത്ത് സ്വീകരിക്കണം എന്ന ഒരു നിർബന്ധവും ഇല്ല. അത് ചോദിക്കാൻ കാരണം ഇപ്പം അബ്രോഡിലുള്ള ഒരാളാണ്, ഇവിടെ ടൈമിൻ്റെ വേരിയേഷൻ വരുമല്ലോ. അപ്പം ആ ടൈമിൻ്റെ വേരിയേഷൻ വരുന്ന സമയത്ത് ഇപ്പം എനിക്ക് കംഫർട്ടായ സമയം ആയിരിക്കില്ല ചിലപ്പോൾ ആ ആൾക്ക് കംഫർട്ടായിരിക്കുന്ന സമയത്തായിരിക്കില്ല ഞാൻ ഇവിടുന്ന് ഹീൽ ചെയ്യുന്നുണ്ടാവും. അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് പ്രോഗ്രാം ചെയ്ത് വയ്ക്കാം. അതായത് നമ്മൾ റേക്കി എനർജി നമുക്ക് കംഫർട്ടായ സമയത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഇത് അവരുടെ ഈ സമയത്ത്, അതായത് ആ ആൾക്ക് ഏത് സമയത്താണോ റേക്കി എനർജി സ്വീകരിക്കാൻ അവർക്ക് പോസിബിളായ ടൈം ഉണ്ടാവുമല്ലോ. സോ ആ സമയത്ത് റേക്കി എനർജി അവരിലേക്ക് പ്രവഹിക്കട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ട് അവരെ ഹീൽ ചെയ്യാവുന്നതാണ്. അതായത് നമുക്ക് ടൈം സ്പേസ് ഡയമെൻഷനിൽ ഇല്ലാതെ നമുക്ക് റേക്കി പ്രവർത്തിക്കും. ഇവിടെ നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചാൽ ഏത് സമയത്താണോ നിങ്ങൾക്ക് വേണ്ടത്, ഏത് സമയമാണോ ഒരു ഹീലർ പ്രോഗ്രാം ചെയ്ത് വെക്കുന്നത്, ആ സമയത്ത് റേക്കി അവിടെ പ്രവർത്തിക്കുന്നതായിരിക്കും.
ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓറ സ്കാനിങ് ചെയ്തിട്ട് മാത്രമാണോ ഹീലിംഗ് ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ കേസിലും ഓറ സ്കാനിങ് ഞാൻ നിർബന്ധം പറയാറൊന്നുമില്ല. ഇപ്പോൾ മണി റേക്കി ആണെങ്കിൽ അവിടെ രണ്ടും രണ്ടാണല്ലോ. നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നം തീർക്കാനാണ് നമ്മൾ മണി റേക്കി ചെയ്യുന്നത്. ഓറ സ്കാനിങ് ചെയ്യാൻ പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് വർഷങ്ങളായിട്ടൊരു അസുഖം, അതിൻ്റെ റീസൺ നിങ്ങൾക്ക് അറിയില്ല, അങ്ങനെയുള്ള കേസിന് നമുക്ക് ഓറ സ്കാനിങ് ചെയ്യാം. അതുപോലെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഫാമിലിയിലുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രേഖയാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ എന്തറിയണം, നിങ്ങൾ അറിയാൻ സമയമായോ. അങ്ങനെയെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആ കാര്യം രേഖ നിങ്ങളെ അറിയിക്കുക. ഒരാളെ സ്കാൻ ചെയ്തിട്ട് ഹീലിംഗ് സ്വീകരിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഏതൊക്കെ ചക്രാസാണ് വീക്കായിട്ടുള്ളത്, ആ ചക്രയിൽ കുറച്ചധികം സമയം നമുക്ക് ഹീലിംഗ് ചെയ്ത് അത് ബാലൻസ് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പം അസുഖങ്ങളായിട്ട് വരുന്നത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളായിട്ട് വരുന്ന ആളുകളടുത്ത് ഞാനൊരു ഓപ്ഷൻ വെക്കാറുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കിയാൽ ഏതൊക്കെ ചക്രാസാണ് വീക്കായിട്ടുള്ളതെന്ന് നോക്കിയിട്ട് അവിടേക്ക് നമുക്ക് കുറച്ച് കൂടുതൽ എനർജി പാസ് ചെയ്യാം. ഇനി അതല്ല ജസ്റ്റ് ക്ലെൻസിങ് മാത്രമാണ് വേണ്ടതെന്ന് പറയുമ്പോൾ അവിടെ ഞാൻ നിർബന്ധമായും നിങ്ങൾ സ്കാൻ ചെയ്തേ പറ്റൂ എന്നും പറഞ്ഞ് ഫോഴ്സ്ഫുള്ളി അവരെ കൊണ്ട് ചെയ്യിക്കാറില്ല. കാരണം അവർക്ക് എല്ലാ ചക്രാസും ഒന്ന് ബാലൻസ് ചെയ്താൽ മതി. പക്ഷേ എന്തുകൊണ്ടും നല്ലത് നമുക്ക് സ്കാൻ ചെയ്തതിന് ശേഷം ഹീലിംഗ് സ്വീകരിക്കുന്നതാണ്. അതാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ ഏതൊക്കെ ചക്രാസാണ് വീക്ക്, എവിടെയാണ് എനർജി കൂടുതൽ കൊടുക്കേണ്ടത്. ഇനി റേക്കി പഠിച്ച ആളുകളാണെങ്കിൽ എല്ലാവരിലും സ്കാനിങ് പഠിപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അറിയാത്ത ആളുകളുണ്ട്, സംസാരിച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒറ്റ കേസുകളുണ്ട്. അപ്പം രേഖി പഠിച്ച ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ ചക്രാസാണ് വീക്ക് എന്ന് സ്കാനിങ്ങിലൂടെ കണ്ടെത്തിയതിന് ശേഷം നിങ്ങൾക്ക് സ്വയം നിങ്ങളെ ഹീൽ ചെയ്യാലോ. അപ്പോൾ അതിന് സ്കാനിങ് വളരെ യൂസ്ഫുള്ളാണ്, പക്ഷേ ഓപ്ഷണലാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എല്ലാ ചക്രയിലും ബ്ലോക്ക് ഉണ്ട്, അതായത് ഫൈനാൻഷ്യൽ ഇഷ്യൂസ്, റിലേഷൻഷിപ്പ് ഇഷ്യൂ ഉണ്ട്, ജോലിയുടെ പ്രശ്നമുണ്ട്, പലതരം അസുഖങ്ങൾ തുടങ്ങിയ എല്ലാ ചക്രാസിലും പ്രോബ്ലംസ് ഉണ്ട്. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ മണി റേക്കിയാണോ അതോ റേക്കിയാണോ ചെയ്യേണ്ടത്? അതായത് എല്ലാത്തിൻ്റെയും ബേസ് നമുക്ക് ഫൈനാൻഷ്യൽ ഇഷ്യൂ ആണല്ലോ. കാരണം പൈസ ഉണ്ടെങ്കിൽ അസുഖം വരുമ്പോൾ നമുക്ക് ട്രീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലും ഒക്കെ എല്ലാത്തിൻ്റെയും ബേസ് എന്ന് പറയുന്നത് കുറേയൊക്കെ പണം തന്നെയാണ്. അപ്പം മണി റേക്കി ചെയ്യണോ എന്ന് ചോദിച്ചു. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ എല്ലാ ചക്രാസിനെയും ബാലൻസ് ചെയ്താൽ നമ്മുടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് റേക്കിയാണ്, മണി റേക്കിയല്ല. മണി റേക്കി നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പത്തിനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും, നിങ്ങളിലേക്ക് അബുണ്ടൻസിനെ കൊണ്ടുവരാൻ പറ്റും, നിങ്ങളുടെ മണി ബ്ലോക്ക് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ മണി റേക്കി പഠിച്ച ആളുകൾക്ക് മറ്റൊരാളെ ഹീൽ ചെയ്യാം. ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ തന്നെ നിങ്ങൾക്ക് പ്രൊമോഷൻ കൊണ്ടുവരാം, അതുപോലെ സാലറി ഇൻക്രിമെൻറ്റ് വരുത്താം. ബ്ലോക്കായി കിടക്കുന്ന പൈസകളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മണി റേക്കിയിലൂടെ ചെയ്യാം. പക്ഷേ നിങ്ങളുടെ എല്ലാ ചക്രാസിനെയും ബാലൻസ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നത് റേക്കി എനർജിയാണ്, റേക്കി ഹീലിംഗ് ആണ്. മണി റേക്കി ഹീലിംഗ് അല്ല, നോർമൽ നമ്മുടെ റേക്കി ഹീലിംഗ്. അവിടെ നിങ്ങളെ എല്ലാ ചക്രാസും ബാലൻസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഓരോ ചക്രാസും ഓരോ കാര്യങ്ങളായിട്ട് റിലേറ്റഡ് ആണ്. ഇപ്പം റൂട്ട് ചക്ര എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഭവനം, വാഹനം, നമ്മുടെ സ്വത്ത്, നമ്മുടെ ആരോഗ്യം, പൂർണ്ണ ആരോഗ്യം, ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ള എല്ലാ സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി, ഇതൊക്കെ റൂട്ട് ചക്ര റിലേറ്റഡ് ആണ്. ഒരു പേഴ്സൻ്റെ അവരുടെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും റൂട്ട് ചക്ര റിലേറ്റഡ് ആണ്. നിങ്ങളുടെ റൂട്ട് ചക്ര ഇൻബാലൻസ്ഡ് ആണ് എങ്കിൽ ഇതിലെല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. അതുപോലെ സാക്രൽ ചക്ര നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടെങ്കിലും നിങ്ങളുടെ ജോലിയിൽ പ്രശ്നം ഉണ്ടാവും. നിങ്ങൾക്കുള്ള ക്രിയേറ്റിവിറ്റി കൃത്യമായിട്ട് നിങ്ങൾക്ക് പുറത്ത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ നിങ്ങളുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും. അതുപോലെ കുട്ടികളില്ലാത്ത അവസ്ഥ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ മണിപൂരക ചക്ര, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല, നിങ്ങളൊരിക്കലും ഹാപ്പി ആയിരിക്കില്ല, വയറ് സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാവുക,
ദഹന പ്രക്രിയയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോളാർ പ്ലക്സസ് ചക്രയായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി ഹാർട്ട് ചക്ര എടുക്കുകയാണെങ്കിൽ ഒരു സ്നേഹം കിട്ടാത്ത അവസ്ഥ, മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക, മാരേജിന് പ്രശ്നം ഉണ്ടാവുക, ഇങ്ങനെയൊക്കെ ഹാർട്ട് ചക്ര റിലേറ്റഡ് ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. അത് ഇൻബാലൻസ്ഡ് ആണെങ്കിൽ. ഇനി ത്രോട്ട് ചക്രയാണ്, നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ പ്രശ്നം ഉണ്ടാവാം. ഇങ്ങനെ നമ്മുടെ ഓരോ ചക്രാസും തമ്മിൽ ഓരോ കാര്യങ്ങൾ റിലേറ്റഡ് ആണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിട്ട് ആ ആളുടെ എല്ലാ കാര്യങ്ങളിലും ഈ എല്ലാ ചക്രാസും തമ്മിൽ കണക്റ്റഡ് ആണ്. നിങ്ങളുടെ ഓറയും നിങ്ങളുടെ ചക്രാസും തമ്മിൽ കണക്റ്റഡ് ആണ്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകൾ, ഉയർച്ച താഴ്ചകൾ, ഇനി നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ ചക്രാസുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. സോ ഇവിടെ നമ്മൾ രേഖി ഉപയോഗിച്ച് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. സോ ഇവിടെ നമ്മൾ രേഖിയാണ് കൊടുക്കേണ്ടത്. സോ ഒരുപാട് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോവും. അതുകൊണ്ട് ഈ 5 ക്വസ്റ്റ്യൻസാണ് ഇന്ന് കവർ ചെയ്യുന്നത്. സോ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ, എല്ലാ നന്മയും ഉണ്ടാവട്ടെ. താങ്ക് യു.